ഹായ്, കുറേ ദിവസമായില്ലേ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാ ഇവനാണ്, ബീട്രൂട്ട് തോരൻ വയ്ക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിനെ ഒന്ന് നമുക്ക് ചെത്തി വൃത്തിയാക്കി എടുക്കണ്ടേ. പിന്നെ ഉണ്ടല്ലോ, ഈ ബീട്രൂട്ടിൻ്റെ ഒരു കഥയുണ്ട്. ഇതെന്ത് വാങ്ങിച്ചു വെച്ചതാണെന്നറിയോ? എത്ര ദിവസം ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് എന്താണ്, കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചതല്ല. ഇത് തോരൻ വയ്ക്കാനോ മെഴുക്കുവരട്ടി വയ്ക്കാനോ ഒന്നും വാങ്ങിച്ചതല്ല. ഈ ബീട്രൂട്ട് എന്താ ചെത്തിയിട്ട് ഇതിൻ്റെ തൊലിയൊന്നും പോകണ്ടായി, അതേപോലെ പാടിയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ എന്നെ ഒടിച്ചു വിടില്ലേ. പറഞ്ഞു ഞാൻ എന്നാൽ ഇന്ന് എടുത്ത് കൊടുക്കാമെന്ന് കേട്ടോ. പറഞ്ഞു വാടിയില്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലും വെച്ചോളാൻ പറഞ്ഞു. അപ്പം പിന്നെ കറി വെച്ചാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ. അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, വാടിയില്ല എന്തെങ്കിലും വെച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അത് എന്തായിരിക്കും കാരണം എന്നായിരിക്കും ചോദിക്കണേ അല്ലേ എല്ലാവരും. ഇതേ ആരാണ്ട് പറഞ്ഞു അത്രേ. നമുക്കറിയാവുന്നതാണ്, ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാണ്, ശരീരത്തിന് ഒരുപാട് പോഷകഗുണങ്ങളൊക്കെ ഉള്ള സാധനമാണല്ലോ ഈ ബീട്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ദിവസം ഒരു ബീട്രൂട്ട് എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ നീരെടുത്തിട്ട് പിന്നെ ഇതൊന്ന് തേനും ചേർത്തിട്ട് കഴിക്കാൻ നല്ലതത്രേ. അപ്പം അങ്ങനെ കേട്ടുകൊണ്ട് ആദ്യം ഒരു ദിവസം ഇതേമാതിരി തന്നെ കുറേ ദിവസം മുമ്പ് കേട്ടോ ബീട്രൂട്ട് വാങ്ങിച്ചുകൊണ്ട് വെച്ചു. അത് ഇതേപോലെ തന്നെ തോരനായിട്ട് മാറി. ഒന്നും പറയണ്ട, ഞാനല്ലേ ആള്. എനിക്ക് ശീലമില്ലാത്ത കാര്യമാകുമ്പോൾ ഞാൻ പറയൂ കേട്ടോ, എന്നെ ഒന്ന് ഓർപ്പിച്ചേക്കണേ, ഇല്ലെങ്കിൽ ഞാനത് ഉണ്ടാക്കലുണ്ടാവില്ല എന്ന്. എവിടെ ഈ കൊണ്ടുവന്ന ആൾക്കും ഇത് ശീലമില്ലല്ലോ, ആദ്യമായിട്ടല്ലേ. അപ്പോൾ വിട്ടുപോകും പറയാൻ. ആ കൊണ്ടുവരുമ്പോൾ പറയണതല്ലാണ്ട് പിന്നെ മറന്നു പോകും. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് ഒടുങ്ങി ഒരു ദിവസം ഞാൻ നോക്കിയാൽ വേണ്ടി ബീട്രൂട്ട് ഇരിക്കുന്നത് ഇതുപോലെ തന്നെ നേരെ എടുത്ത് തോരനാക്കി എന്ന പോലെ. ഇപ്പം ഈ ബീട്രൂട്ടും തോരനാക്കണോ മെഴുക്കുവരട്ടി ആക്കണോ എന്ത് വേണമെങ്കിലും ആക്കാം. അപ്പം നമ്മുടെ പീലർ കൊണ്ട് പോകുന്നില്ല, വാടിയതുകൊണ്ട്. അല്ലെങ്കിൽ നല്ല പീലറാട്ടോ ഇത്, പെട്ടെന്ന് പോയി കിട്ടണതാണ്. പിന്നെ കത്തി തന്നെ ഉപയോഗിക്കല്ലേ മാർഗമുള്ളൂ. അപ്പം ബ്ലഡ് ഉണ്ടാവാനും എല്ലാത്തിനും നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ നമ്മൾ ഇതൊക്കെ കഴിക്കണമെന്ന് തന്നെ പറയണേ അല്ലേ. പിന്നെ ഈ ബ്ലഡ് ഉണ്ടാവുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ, അതിന് ഒന്നാമതൊരു മരുന്നുണ്ട്. മരുന്നല്ല കേട്ടോ, ഫുഡ് നമ്മൾ കഴിക്കുന്ന നമ്മുടെ വീട്ടിലെ സ്ഥിരം എപ്പോഴും ഉള്ള സാധനം തന്നെയായിരിക്കും. എന്താണെന്നറിയോ? നമ്മുടെ തക്കാളി. അപ്പോൾ ഈ തക്കാളി കുട്ടികളെ നേരെ എടുത്തിട്ട് അത് രാവിലെ മിക്സിയിലിട്ട് അടിക്കുക. മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് എത്ര ജ്യൂസ് ഉണ്ടോ ഒന്നോ രണ്ടോ തക്കാളി എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൽ നിന്ന് ജ്യൂസ് എടുത്ത് ആ ജ്യൂസ് അരിച്ചെടുക്കണം നല്ലപോലെ. നല്ല വെള്ള തുണിയിലോ അരിപ്പയിലോ ഇട്ട് അരിച്ചെടുത്തിട്ട് എന്നിട്ട് അത് എത്ര ജ്യൂസ് കിട്ടണുണ്ടോ അത്രയും നല്ല പഞ്ചസാരയും കൂടെ അതിലേക്ക് ഇടണം, ജ്യൂസിൻ്റെ അളവ്. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് അത് രാവിലെ കഴിക്കുക വെറും വയറ്റിൽ. ഇഷ്ടം പോലെ ബ്ലഡ് ഉണ്ടായിക്കോളും. കാരണം ഇത് ഉറപ്പെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മയ്ക്ക് എത്രയോ വർഷങ്ങൾക്കപ്പുറം ഓപ്പറേഷന് വേണ്ടിയിട്ട് അന്ന് ലിസി ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ അമ്മ അതുണ്ടാക്കി അച്ഛൻ സ്ഥിരം കൊടുക്കണതിൻ്റെ ഓർമ്മയിലുണ്ട്. ഒരു കുഞ്ഞ് തോർത്ത് അതിന് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വെച്ച് അതിലാണ് അച്ഛൻ അമ്മയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ. ദിവസവും ഈ തക്കാളി അരിച്ച് കൊടുക്കും. ഇങ്ങനെ ഒന്നാന്തരം സാധനം ബ്ലഡ് ഉണ്ടാവാനത്. എന്തായാലും ഇത് അരിയാം നമുക്ക്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മെഴുക്കുവരട്ടി ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. തോരനാക്കണേലും മെഴുക്കുവരട്ടി ആക്കിയാലും നല്ലതാണ്. മുളക് പൊടി ഇട്ട് പച്ചമുളക് ഇട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നല്ല മെഴുക്കുവരട്ടി ആക്കി എടുക്കാം. പിന്നെ വാടിയെന്ന് വെച്ചിട്ട് വേവൊക്കെ ചെയ്തോളും, കുഴപ്പമില്ല. ഒരുപാട് അങ്ങോട്ട് കേടായിട്ടില്ല. അപ്പോൾ ഈ നമ്മുടെ തക്കാളി സൂത്രം ഉണ്ടല്ലോ, ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയോളൂ, ബ്ലഡ് കുറവെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ കൊച്ചു ത്രേസ്യാന്ന് പറഞ്ഞൊരു ഡോക്ടറെന്ന് അമ്മ പറഞ്ഞു കേട്ടോ, ഓർമ്മ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പിള്ളേരാണെങ്കിലും. അപ്പോൾ ആ ഡോക്ടറാണ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത്. ഗൈനക്കോളജിസ്റ്റായിരുന്നു അവിടുത്തെ ലിസി ഹോസ്പിറ്റലിൽ. ഇവിടുത്തെ ഫേമസ് ഹോസ്പിറ്റൽ അവിടുത്തെ ലിസി ഹോസ്പിറ്റൽ. അവിടുത്തെ ഗൈനക്കോളജിസ്റ്റായിരുന്നു ത്രേസ്യാന്നാണ് എന്തോ പേര് പറഞ്ഞു. ഞാനിപ്പോൾ എന്താ പേര് പറഞ്ഞേ അത് തന്നെ. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്തത്. അതിൻ്റെ റിസൾട്ടും കിട്ടിയിട്ടോ. അപ്പോൾ ഇത് ഫോൺ വന്നിട്ടുണ്ട്, നോക്കിയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഫോൺ വന്നത് വേറെ ഒന്നും അല്ല കേട്ടോ, നമ്മുടെ ഗ്യാസിന് കുറേ ദിവസമായിരുന്നു ഒരു സ്മെല്ലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഗ്യാസിൻ്റെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇടയ്ക്ക് മണത്ത് നോക്കൂല്ലേ, പൂച്ച മണം പിടിക്കണ പോലെയാണെന്ന് പറയും. മണത്തൊക്കെ നോക്കും, എവിടെയും മണം കാണാനില്ല. എന്നാൽ അതിൻ്റെ നമ്മൾ ട്യൂബ് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ ഗ്യാസിലേക്ക്,
ആ ഭാഗത്താണ് ചെറിയൊരു മണം ഇടയ്ക്ക് വന്നത്. പക്ഷെ ഉപയോഗിക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ, ഗ്യാസ് അതുകൊണ്ട് ഉപയോഗിക്കും. അപ്പോൾ ഇന്നിപ്പോൾ എന്തോ കൂടുതൽ തോന്നിച്ചു ഇടയ്ക്ക് എപ്പോഴും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സമ്മതിക്കാനുള്ള വിഷ്ണു ഭയങ്കര വെള്ളം പറഞ്ഞ പോലെ ഉപയോഗിക്കുന്ന കേടല്ലേ അങ്ങനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്നുള്ളതിൽ എന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമല്ല, നമുക്കറിയാം, മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്തിനാലേ ചിരങ്ങുകളിൽ സമുദ്രമാക്കുക എന്നൊരു ചൊല്ലുണ്ട്. എന്ന പോലെ നമ്മളതിന് നിൽക്കണ്ടല്ലോ എന്ന് ചോദിച്ച് നേരെ സൂപ്പർ ഗ്യാസിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോടൊരു പുതിയ ട്യൂബ് എടുത്തോളാൻ പറഞ്ഞു. ട്യൂബ് അധികമായിട്ടില്ല, മാറ്റിയിട്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ എന്നാലും ട്യൂബ് പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്. അപ്പോൾ ഞാനാണെങ്കിൽ കൊച്ചുണ്ടായിരുന്നു, അനിയത്തിയിൽ കൊച്ചു ഇവിടെ വരാറില്ല, ഞാൻ പറയാറില്ല എപ്പോഴും കാത്തു. അപ്പോൾ കുഞ്ഞാവ വന്നപ്പോൾ അതിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. അവൾ കുറേ നേരം ഇവിടെ വന്നിരിക്കും ഇടയ്ക്കൊക്കെ. അപ്പോൾ അങ്ങനെ വന്നിരുന്നപ്പോൾ എൻ്റെ പണിയൊന്നും നടന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ അനിയത്തി വന്നപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി മണം വന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതോട് കൂടിയിട്ട് വിഷ്ണു അത് കേട്ടു. പിന്നെ അവൻ എന്ത് ചെയ്താൽ ഗ്യാസ് കത്തിക്കാൻ സമ്മതിക്കില്ല. ഞാനും ഗ്യാസ് കത്തിക്കാണ്ട് എങ്ങനെയാണ് അടുപ്പത്ത് ഒരു സാധനം ആയിട്ടില്ല എന്ന്. കുറച്ച് ചോറ് ഇരിപ്പുണ്ട്, കുറച്ച് ചോറും കൂടെ വയ്ക്കണം, ഇത് മെഴുക്കുവരട്ടി ആക്കണം, പിന്നെ കൂട്ടാൻ തീയലിരിപ്പുണ്ട്. എന്നാലും തീയൽ അവൻ കൂട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എന്തുണ്ടാക്കണം എന്ത് ചെയ്യണം എന്നുള്ളതിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവരെ വിളിച്ച് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ അവൻ അപ്പുറത്തേക്ക് നീങ്ങിയ സാധനം നോക്കിയിട്ട് ഞാൻ വീണ്ടും കത്തിച്ചു. അല്ലാണ്ട് കാര്യങ്ങളൊന്നും നടക്കില്ല. ചോറ് വേവണ്ടേ, കൂട്ടാനാവണ്ടേ, എല്ലാം ആവാണ്ട് എങ്ങനെ കഴിക്കുക. അപ്പോൾ ദീപം പറഞ്ഞു അതിന് പേടിക്കാനുള്ള ഇതില്ല ചേച്ചി, അത് കേട്ട് നമുക്ക് കണ്ടാൽ അറിയാം, ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങോട്ട് കത്തിച്ചിട്ട് അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതിനെ നമുക്ക് മെഴുക്കുവരട്ടിയാക്കി മാറ്റണം. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വിശേഷം വെറുതെ ഇങ്ങനെ ബീറ്റ്റൂട്ട് എടുത്തപ്പോൾ തോന്നി അങ്ങനെ എടുത്തതാണ് കേട്ടോ. കൂടുതൽ സമയത്തേക്കൊന്നും വീഡിയോ എടുക്കാനായിട്ടില്ല. ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി ആക്കുന്നത് നമ്മളിത് വെറുതെ കടുക് വറുത്തിട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും 2 പച്ചമുളകും കൂടെ കയറിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കും. എന്നിട്ട് നമ്മൾ മെഴുക്കുവരട്ടി വെക്കും. അത്രേ ഉള്ളൂ, എളുപ്പ പരിപാടിയാണ്. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെയൊക്കെ എടുക്കണമെന്ന് വിചാരിക്കും, എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് വന്ന് എടുത്തതാണ്. ഇതേ നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വയ്ക്കാൻ പോട്ടെ. ബൈ. നല്ല പരിപാടി കേട്ടോ. ഞാൻ ബീറ്റ്റൂട്ടിൽ നിർത്തിയില്ലേ, ബീറ്റ്റൂട്ടിൽ നിർത്തി കഴിഞ്ഞിട്ട് ഇതേ വന്നിരുന്നു ഞണ്ട്, പിന്നെ ബ്രാൻഡ്. അപ്പോൾ ഒക്കെ പിന്നെ റെഡിയാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് വേണ്ടത്. സമയം മണി 1:30 ഞാൻ കഴിക്കുന്നത്. എന്നാലും 2 കഷ്ണം ബ്രാൻഡ് മുറിച്ചൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് വറുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിനെ വറക്കാനുള്ള പരിപാടി അതൊന്നും കാണില്ല. എന്നാലും ഞാൻ പറഞ്ഞേക്കാമെന്ന് ചോദിച്ചതാണ്. ബ്രാൻഡ് കുട്ടി വറക്കുന്നുണ്ട്. കേട്ടോ ചുറ്റും മറ്റും ഇട്ട് നല്ല അടിപൊളി പടയ്ക്കുന്ന ബ്രാൻഡാണ് കിട്ടിയത്. അപ്പോൾ വാങ്ങിച്ചിട്ട് വന്നാണ്. പിന്നെ എന്താണെന്നോ കാണിക്കട്ടെ. ഉണ്ടോ ഞണ്ടിനെ കണ്ടത് ഓരോത്തിന് ബിരിയാണി കിട്ടിയേ പറ്റൂ. പിന്നെ അതിനുള്ള തയ്യാറാക്കണം. എന്തായാലും ഞണ്ട് കറി വെച്ചിട്ട് ചോറ് വേറെ വെച്ച് അങ്ങനെ എടുക്കാമെന്ന് വിചാരിക്കണേ ഞാൻ. പിന്നെ നമ്മുടെ ബ്രാൻഡ് കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ വറുത്ത് വരുന്നുണ്ടേ. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ. മറ്റേടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിനിടയ്ക്ക് ഇത് വറക്കട്ടെ. എല്ലാം കൂടെ എപ്പോഴേക്കാവുമെന്ന് അറിയില്ല. എന്നാലും നമുക്കങ്ങോട്ട് ആക്കി എടുക്കാം അല്ലേ. എന്തായാലും റെഡിയാക്കി എടുത്തിട്ടേ ഊണ് കഴിക്കണം. ബിരിയാണി എപ്പോഴേക്കാവുമെന്ന് കണ്ടറിയണം. അരിഞ്ഞിരിക്കുന്ന സവാള ഇട്ടു. ഇനി നമുക്ക് സ്ഥിരം പതിവ് ഉപ്പിട്ട് കൊടുക്കാം. ആവട്ടെ. അപ്പോൾ ഇവരിവിടെ ഇരുന്നാവുമ്പോൾ ഇവർക്ക് 2 പേരും കൂടെ ഒരു തവി മതിയാവില്ല. ഞാൻ എൻ്റെ ഡ്രസ്സ് കഴിക്കാൻ വേണ്ടി ഇതിനെ കെട്ടിയെടുക്കാം കേട്ടോ. ഇങ്ങനെ കിടക്കുന്ന അവിടെ സാധനം
ഉടുപ്പായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ നമ്മുടെ ഇതുമുണ്ട്, ഏപ്രണും ഉണ്ട്. പക്ഷെ എല്ലാത്തിലും എനിക്ക് സൗകര്യമില്ല. അതുകാരണം ഞാനൊരു ടർക്കി എടുക്കാൻ കൂടി കിട്ടും. അപ്പോൾ പിന്നെ പണി എളുപ്പമായി. എങ്ങനെയുണ്ടെന്ന് വേണ്ട ആ ഒരേ സമയത്ത് പലതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇതിലേക്ക് എല്ലാം കൂടെ ആയി മാറിപ്പോകണ്ട. അറിയില്ല, അത് വണ്ടി ഓടുന്നില്ല കേട്ടോ. ഓ എന്തോ ക്യാൻസൽ. എടപ്പള്ളിയിൽ നിന്നാണ് പോണത്. ട്രെയിനേ ഇല്ല, പാർഷ്യലി ക്യാൻസൽ. പാർഷ്യലി ക്യാൻസൽ. ഭാഗ്യമായില്ല. അത് ആലപ്പുഴയിൽ പുറപ്പെടുന്നതിന് പകരം എടപ്പള്ളിയിൽ നിന്നാണ് പുറപ്പെട്ടുകൊണ്ടിരുന്നത്. നാളത്തെ ഡേറ്റിനെ അവിടെ എന്തോ പ്രശ്നം. അതുകൊണ്ടല്ല, നാളത്തെ ഡേറ്റിനെ ആ വണ്ടി ഓടുന്നുള്ളൂ. ആ ഞാൻ അറിഞ്ഞു. വെരി ഗുഡ്. അത്യാവശ്യം കേടും അങ്ങനെ തന്നെ വേണമല്ലോ. അത്യാവശ്യം ബാധിക്കുന്നത് തീർച്ചയായിട്ടും മരണം സംഭവിച്ച് പോകാൻ നോക്കിയതാട്ടോ. കോഴിക്കോട് അതുപോലെ തന്നെ കല്ലായി വരെയുള്ളൂ. അതെയോ? അവിടെ ഇഞ്ഞു കുടിഞ്ഞ ശരിയായിട്ടില്ല. അവിടെ കല്ലായിൽ ഇറങ്ങി ബസ്സിന് പോയി രണ്ടാമത് വെസ്റ്റേൽ പോയി കയറണം. കോഴിക്കോടുള്ളവർക്ക് പിന്നെ സമാധാനം ഉണ്ടെന്ന് വെക്കാം. കോഴിക്കോട് നിന്ന് അവർക്ക് പോയാൽ മതിയല്ലോ, നമുക്കതല്ലല്ലോ. ഇവിടുന്ന് പോകണ്ടേ, നടന്നു പോകണ്ടേ. അവിടെ റിലേഷനിലാണ് മരിച്ചു പെട്ടെന്ന്. അപ്പോൾ പോകേണ്ടി ഒന്നുമല്ല, പോകാനൊക്കെ കൊണ്ട് റെഡിയായിട്ടിരിക്കുക. വൈകുന്നേരത്തെ ട്രെയിന് അപ്പോഴാണ് പറഞ്ഞ ട്രെയിനില്ല. എന്ത് ചെയ്യണം? പിന്നെ ക്രിമേഷൻ നാളെ എന്നുള്ളത് മറ്റന്നാളേക്കൊക്കെ മാറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം മോളെന്തോ വരാനേ പറ്റുന്നു. ഞാൻ പോകുന്നില്ല കേട്ടോ. അത് ചേട്ടനും അനിയനും കൂടെ പോകുന്നത്. അനിയൻ ഇവിടെ ഉണ്ടല്ലോ, കാണിക്കേണ്ടി നമ്മൾ മുമ്പ് അപ്പോൾ അവിടെ കൂടെ പോകും. ഇനിയിപ്പോൾ ഞാനെന്തായാലും മീൻ മറക്കിട്ടിട്ടും മുരിഞ്ഞത് പോരാനൊരു തോന്നുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ലൈക്ക് ദയവ് ചെയ്ത് എല്ലാവരും ചെയ്യണേ. ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും കൂടി ചെയ്യുന്നു കേട്ടോ. കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തവരല്ല, അല്ലാതെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. നഷ്ടമൊന്നും സംഭവിക്കാനില്ലല്ലോ അല്ലേ? കുറേ ദിവസം ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു മൂഡ് തോന്നുന്നുണ്ടായിരിക്കും. അപ്പം എന്തായാലും ഞാനിതൊക്കെ ഉണ്ടാക്കി വെക്കാം. ഇങ്ങനെ ഇത് ആകട വരെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന കുറേ നേരം ഉണ്ടാവും. അപ്പം നമ്മളുടെ ഇതൊക്കെ റെഡിയാവട്ടെ കേട്ടോ. ഇങ്ങനത്തെ വീഡിയോ ഇത്രയുള്ളേ. തൽക്കാലം നിർത്താം, ഇവിടെ വെച്ചിട്ട് നിർത്താം. എല്ലാം മനസ്സിലായില്ല എന്തൊക്കെയാണുള്ളത്. അതിൽ കൂടുതൽ ഇനി വിളമ്പാൻ നേരത്തോ എവിടെയെങ്കിലും എടുക്കാൻ പറ്റി എടുക്കാം. തൽക്കാലത്തേക്ക് ഒരു പ്രാവശ്യം പോയി പറഞ്ഞാൽ രണ്ടാമതും